ഒരു ഉണ്ണിക്കണ്ണൻ എന്നുള്ളത് നമ്മള് ഓവർ ബ്രിഡ്ജ്, അതായത് നമ്മൾ ചുറ്റമ്പലത്തിലെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള കൽത്തൂണിലാണ് ഈ ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുക. കരിങ്കല്ലിൽ കൊത്തിയ ശില്പമായിട്ടാണ് അയ്യപ്പ ടെമ്പിളിന്റെ ബാക്കിലാണ് കേട്ടോ. അതായത് ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് തൂണിലും അയ്യപ്പ ടെമ്പിളിന്റെ ലാസ്റ്റ് തൂണിലുമായിട്ട് കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലുള്ള ലാസ്റ്റ് തൂണിലായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് ഭക്തജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കാണണമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ പോവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കണ്ട ഭക്തജനങ്ങൾ അറിയാതെയാണ് ഇതെല്ലാം ചെയ്തതെങ്കിലും ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നും ഒരു മാല കെട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർത്താനായിട്ട് സാധിക്കും, സമർപ്പിക്കാനേ സാധിക്കുള്ളൂ. ഇനി അങ്ങനെ ചാർത്തണമെങ്കിൽ ദീപസ്തംഭത്തിന്റെ അരികിലുള്ള ചതുർബാഹു മഹാവിഷ്ണുവിന്റെ രൂപത്തിലെ ചാർത്താൻ സാധിക്കുള്ളൂ. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ പൊന്നുണ്ണിക്കണ്ണന്റെ കഴുത്തിലൊരു മാല ചാർത്തി കഴിഞ്ഞാല് ആ പൊന്നു ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ വീണ ഫലമാണ്. നമ്മുടെ കൈകളാൽ പൊന്നു ഗുരുവായൂരപ്പനെ നമ്മൾ ചാർത്താനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു ഭക്തരും ഉണ്ടാവില്ല. ഈ ഉണ്ണിക്കണ്ണന്റെ കഴുത്തിൽ നിങ്ങളുടെ കൈകളാൽ ഒരു മാല ചാർത്തി കഴിഞ്ഞാൽ ശ്രീലകത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണന്റെ കഴുത്തിൽ വീണ ഫലമാണ് എന്നൂടെ ഓർക്കുക. അതുപോലെ തന്നെ ആ ഉണ്ണിക്കണ്ണൻ വാരി പുണരുക, പൊന്നു ഗുരുവായൂരപ്പനെ തൊടുക എന്നുള്ളത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണെന്ന് ഈ ഉണ്ണിക്കണ്ണൻ തൊട്ട് കഴിഞ്ഞാൽ ആ ശ്രീലകത്തിരിക്കുന്ന പൊന്നുണ്ണിയെ തൊട്ട പോലെ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി പോകുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കൽത്തൂണില് അയ്യപ്പ ടെമ്പിളിന്റെ ബാക്ക് സൈഡിലത്തെ ആദ്യത്തെ കൽത്തൂണില് കേട്ടോ. പിന്നെ പോകുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണം.